എല്ലാവർക്കും നമസ്കാരം. 2025 കർഷക ദിനം ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. ചിങ്ങം 1 അന്നാണ് എന്നുള്ളതുകൊണ്ട് കർഷക ദിനമായി ആഗസ്റ്റ് 17 ആചരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കാർഷിക മേഖലയിൽ നമുക്ക് മെച്ചപ്പെട്ട തരത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ കാർഷിക മേഖലയുടെ വളർച്ചയിൽ കേരളം നല്ല പുരോഗതി കൈവരിച്ചത് ഈ 2023-24 ഈ വർഷങ്ങളിലെല്ലാമാണ്. 4.65% വളർച്ച കൈവരിക്കാൻ നമുക്കന്ന് സാധ്യമായി. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ 23-24 വളർച്ച 2.1% മാത്രമായപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു മെച്ചപ്പെട്ട വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ നവീനങ്ങളായ രീതികൾ പ്രയോഗിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത കാലങ്ങൾ കൂടിയാണ് കഴിഞ്ഞ വർഷമടക്കമുള്ളവ. നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖലയിലെ ആളുകളുടെ ഇടപെടലുകളെക്കുറിച്ചെല്ലാം നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായ അവാർഡിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ചിങ്ങമാസം 1 ആഗസ്റ്റ് മാസം 17 രാവിലെ 11 മണിക്ക് തൃശ്ശൂർ തെക്കിൻകാട് മൈതാനിയിലാണ് സംസ്ഥാനതല ഔപചാരികമായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർഷക ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 8:30 ആരംഭിക്കുന്ന കർഷക ഘോഷയാത്ര ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് അന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ചെയർമാനായും കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീ ശ്രീറാം വെങ്കിട്ടരാമൻ കൺവീനറായുമുള്ള ഒരു സംഘാടക സമിതിയാണ് സംസ്ഥാനതല കർഷക ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 2024 സംസ്ഥാനതല കർഷക അവാർഡുകളുടെ വിതരണവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. കൃഷി വകുപ്പ് നൽകുന്ന അവാർഡുകൾ കേവലമായൊരു പുരസ്കാരങ്ങൾ മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കർഷകരുടെ, സംരംഭകരുടെ, ഗവേഷകരുടെ, വിദ്യാർത്ഥികളുടെ, മാധ്യമപ്രവർത്തകരുടെ, സഹകരണ സംഘങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ, ഭിന്നശേഷി വിഭാഗങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ തുടങ്ങിയവരുടെ കാർഷിക മേഖലയിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ള അർപ്പണബോധത്തിനും മികവിനുമെല്ലാം നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരവുമായി കൂടിയിട്ടാണ് നമ്മൾ ഈ അവാർഡുകളെ കാണുന്നത്. തികച്ചും സുതാര്യവും അർഹതാ മാനദണ്ഡങ്ങൾ അത് തയ്യാറാക്കി അത് കൃത്യമായി പാലിച്ചും മികവിനെ പരസ്പരം തുലനം ചെയ്തും യഥാർത്ഥ ജേതാക്കളെ ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും കണ്ടെടുത്തുവാനുള്ള തീവ്ര ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയത്. കേരളം മുഴുവൻ സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവാർഡിനായി ആളുകളെ പരിഗണിച്ചിട്ടുള്ളത്. ഈ വർഷം പുതുതായി ഭിന്നശേഷി വിഭാഗത്തിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കാർഷിക സ്റ്റാർട്ടപ്പിന് നൽകുന്ന അവാർഡും ഇക്കൊല്ലം പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ളവയാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്ന ശ്രീ CH മേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവന് നൽകുന്ന VV രാഘവൻ സ്മാരക അവാർഡ്, മികച്ച ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ സ്മാരക അവാർഡ്, പത്മശ്രീ K വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, CB കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് തുടങ്ങിയ അവാർഡുകളെല്ലാം തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ വിശാലമായ ക്യാൻവാസിനെ പ്രതിനിധീകരിക്കുന്നവയാണ്. ഈ അവാർഡുകൾ കൃഷി, ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക്, ജൈവകൃഷി, ഹൈടെക് കാർഷികം, വനിതാ ശാക്തീകരണം, ആദിവാസി ഊരുകളിലെ ജൈവകൃഷി, സഹകരണ സംഘങ്ങൾ, വിപണന ശൃംഖലകൾ, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ കാർഷിക മേഖല നടത്തുന്ന പ്രവർത്തനങ്ങൾ, മാധ്യമ ബോധവൽക്കരണം എന്നിവയിലെ മികവിനെ എല്ലാം ആദരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഭിന്നശേഷി വിഭാഗത്തിന് നൽകുന്ന അവാർഡുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഉൾക്കൊള്ളലിനെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ആദിവാസി ഊരുകളിലെ ജൈവകൃഷിക്ക് നൽകുന്ന അംഗീകാരം നമ്മുടെ പരമ്പരാഗതമായ അറിവിൻ്റെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും ഊന്നൽ നൽകുകയാണ്. വിദ്യാർത്ഥി അവാർഡുകൾ സ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും ശാസ്ത്രീയ കൃഷിയുടെയും പരമ്പരാഗത അറിവിൻ്റെയും സംയോജനത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പോഷക സമൃദ്ധി മിഷൻ പോലെയുള്ള പദ്ധതികൾ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹൈടെക് കാർഷികം മുതൽ ജൈവ കൃഷി വരെയുള്ള കാർഷിക പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നു.
തേനീച്ച കർഷകർ, മൃഗസംരക്ഷണം എന്നിവയിലെ മികവിനെ ആദരിക്കുന്നത് കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നവയാണ്. കാർഷിക സ്റ്റാർട്ടപ്പുകൾ, FPOകൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വിപണന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ഈ അവാർഡുകൾ വിജയികളുടെ വ്യക്തിഗതമായ നേട്ടങ്ങൾ മാത്രമായിട്ടല്ല വകുപ്പ് കാണുന്നത്, പ്രതീകങ്ങൾ കൂടിയായിട്ടാണ് ഞങ്ങളതിനെ കണക്കുകൂട്ടുന്നത്. പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഹൈടെക് കൃഷി രീതികൾ, ജൈവ കൃഷി തുടങ്ങിയവ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ തലമുറയെ കർഷക ഭാരതി പോലെയുള്ള അവാർഡുകൾ മാധ്യമങ്ങളിലൂടെ കാർഷിക ബോധവൽക്കരണം നടത്തുന്നവരെ ആദരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥരുടെ സമർപ്പണത്തിനും അവാർഡുകളിലൂടെ അംഗീകാരം നൽകുന്നുണ്ട്. ഇതെല്ലാമാണ് അവാർഡിൻ്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവാർഡിൻ്റെ അല്ലെങ്കിൽ കർഷക ദിനത്തിൻ്റെ ആചരണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ നിന്നിരുന്ന ഒരു സമയമായിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ കാര്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. വയനാട്ടിലുണ്ടായ ചൂരൽമലയിലും മറ്റുമുണ്ടായ പ്രകൃതിയുടെ താണ്ഡവത്തെ തുടർന്ന് ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തെ വരവേറ്റത്. സർക്കാരും സന്നദ്ധ സംഘടനകളും ലോകമെമ്പാടുള്ള മലയാളികളും കൈകോർത്ത് നിന്നപ്പോൾ ദുരന്ത ബാധിതരായവർ പ്രതീക്ഷാനിർഭരമായ പുതുജീവിതത്തിലേക്ക് നടന്നു കയറുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഈ സമയത്തിൻ്റെയും പ്രത്യേകതയാണ്. ആ ദുരന്തത്തിൽ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലെ 300ഓളം കർഷകരുടെ കൃഷിഭൂമിയാണ് നഷ്ടപ്പെട്ടത്. കൃഷിനാശത്തിനുള്ള SDRF വിഹിതമായി 19,04,230 രൂപ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട്. 54.07 ലക്ഷം രൂപയും കൃഷി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഉണ്ട്. അതിൽ PMFBY കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി 31 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. 48 കർഷകരുടെ 6,25,630 രൂപ വിള ഇൻഷുറൻസിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ മേഖലയിൽ അമ്പലവയലിലെ കാർഷിക പ്രാദേശിക ഗവേഷണ കേന്ദ്രം ദുരന്ത മേഖലയിലെ മണ്ണ് പരിശോധനയ്ക്ക് വിധേയമാക്കി ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട് സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുമുണ്ട്. ഞാൻ സംസ്ഥാന അവാർഡുകളിലേക്ക് കടക്കുകയാണ്. CC അച്യുതമേനോൻ സ്മാരക അവാർഡ് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ആദ്യ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന CC അച്യുതമേനോൻ്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകുന്ന അവാർഡാണ്. അവാർഡ് ലഭ്യമായിരിക്കുന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. മീനങ്ങാടി വയനാട് ജില്ല. അവർക്ക് 10 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൃഷിഭവനുകൾ സ്ഥാപിച്ച മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ VV രാഘവൻ്റെ പേരിലുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുള്ള അവാർഡ് VV രാഘവൻ സ്മാരക അവാർഡ്. അത് താനാളൂർ കൃഷിഭവനാണ്. മലപ്പുറം ജില്ലയിലെ താനാളൂർ പഞ്ചായത്തിലെ കൃഷിഭവനാണ്. 5 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട അവാർഡ് പത്മശ്രീ K വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡാണ്. തുമ്പിടി കരിപ്പായി പാടശേഖര നെല്ലുൽപാദക സമിതിക്കാണ്. അത് പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരിയിലാണുള്ളത്. ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ക്ലസ്റ്ററിനുള്ള 1ാം സ്ഥാനം അബ്ബണ്ണൂർ ഊരാണ്. അത് പാലക്കാട് ജില്ലയിലെ അഗളി താവളത്താണ്. 3 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവർക്ക് സമ്മാനമായി നൽകുന്നത്. ജൈവകൃഷി നടത്തുന്ന ആദിവാസി ക്ലസ്റ്ററിനുള്ള 2ാമത്തെ സ്ഥാനം അടിച്ചിൽ തൊട്ടി ഉന്നതിയാണ്. അത് തൃശ്ശൂർ വെറ്റിലപ്പാറ ആണ്. ചാലക്കുടി പ്രദേശത്തെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വെറ്റിലപ്പാറ അടിച്ചിൽ തൊട്ടി ഉന്നതിക്കാണ് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് സ്കറിയാപ്പിള്ള CJ, അല്ലക്കുഴ ഹൗസ്, നല്ലേപ്പള്ളി PO, പാലക്കാട്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. കേരകേസരി അവാർഡ് മഹേഷ് കുമാർ N, നല്ലൂർക്കളം മൂലത്തറ മീനാക്ഷിപുരം, പാലക്കാട് ജില്ല, പെരുമാട്ടി പഞ്ചായത്താണ്. പെരുമാട്ടി കൃഷിഭവനാണ്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണം പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തിക്കുള്ള അവാർഡാണ്. അത് അടുമാരിക്കാണ്.
ചിത്തിര JLG ഓലിയോട് തിരുനെല്ലി, വയനാട് ജില്ലയിലെ തിരുനെല്ലി കൃഷിഭവനാണ്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. ജൈവ കർഷകനുള്ള അവാർഡ് റംലത്ത് അൽഹാദ്, മെഴുക്കാട്ടിൽ, എടത്തല നോർത്ത്, ആലുവ, എറണാകുളം ജില്ലയിലെ എടത്തല കൃഷിഭവനാണ്. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡ് മോനു വർഗീസ് മാമൻ, വെളിയത്തുമാലിൽ, പെരുമ്പടവം, ഇലഞ്ഞി, എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി കൃഷിഭവനാണ്. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. ഹരിതമിത്ര അവാർഡ് പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി കൃഷിഭവനിലുള്ള ശ്രീ R ശിവദാസൻ, പുത്തൻവീട്, കൊളുമ്പ്, പനങ്ങാട്ടിരി. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. ഏറ്റവും മികച്ച ഹൈടെക് കർഷകൻ തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കൃഷിഭവനിലുള്ള സിസിൽ ചന്ദ്രൻ BC, സിസിൽ ചന്ദ്രൻ, വണ്ടാഴംവിള, അത്മഥ, പ്ലാമൂട്ടുകട. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. കർഷക ജ്യോതി തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ കൃഷിഭവനിലെ മിഥുൻ NS, നടുവത്ര വീട്, വെള്ളാങ്ങല്ലൂർ. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച തേനീച്ച കർഷകൻ മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ കൃഷിഭവനിലുള്ള ഉമറലി ശിഹാബ് TA, ഉമറലി ശിഹാബ് TA, തെങ്ങുംതൊടി, പാതിരിക്കോട്, മേലാറ്റൂർ. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും. മികച്ച കർഷക തിലകം അത് വനിതകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. മികച്ച കർഷക തിലകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കൃഷിഭവനിലുള്ള വാണി V ആണ്. വാണി V, പാലക്കുളങ്ങര മഠം, ഠാണാപ്പടി, ഹരിപ്പാട്. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ശ്രമശക്തി അവാർഡ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സൗത്ത് കൃഷിഭവനിലെ പ്രശാന്ത് KP, കല്ലുവീട്ടിൽ, ചേർത്തല സൗത്ത് PO. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള അവാർഡ് ജോസഫ് പീച്ചനാട്ട്, എറണാകുളം ജില്ലയിലെ കോതമംഗലം കൃഷിഭവൻ്റെ പരിധിയിലാണ് അദ്ദേഹം. ജോസഫ് പീച്ചനാട്ട്, ഗാന്ധിനഗർ, കോതമംഗലം. 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. കർഷക ഭാരതി അവാർഡാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന അവാർഡാണത്. അച്ചടി മാധ്യമ രംഗത്ത് നിന്ന് അവാർഡിന് അർഹമായിരിക്കുന്നത് അത് 1-ാം സ്ഥാനം 2 പേർക്കുണ്ട്. ഒന്ന് R സാമ്പൻ, ബ്യൂറോ ചീഫ്, ജനീകം. 2 പേർ പങ്കിടുന്നു. 2ാമത് ഡോക്ടർ മുഹമ്മദ് അസിഫ് M, വെറ്റിനറി സർജൻ, മൃഗസംരക്ഷണ വകുപ്പ്. ഈ 2 പേർക്കായിട്ടാണ് കർഷക ഭാരതിയുടെ അവാർഡ് വന്നത്. ദൃശ്യമാധ്യമത്തിൽ കർഷക ഭാരതി അവാർഡ് ദൂരദർശൻ കേന്ദ്രത്തിലെ കുറിച്ചി രാജശേഖരൻ എന്ന ആൾക്കാണ്. നവമാധ്യമ രംഗത്ത് നിന്ന് മാതൃഭൂമി.comൻ്റെ കണ്ടൻറ് റൈറ്റർ ട്രെയിനി അനു ദേവസ്യ. ശ്രവ്യ മാധ്യമത്തിൽ ആകാശവാണിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന ശ്രീ മുരളീധരൻ തഴക്കര. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കുള്ള അവാർഡ് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം കൃഷിഭവനിൻ്റെ പരിധിയിലുള്ള വിനോദിനിക്കാണ്. വിനോദിനി, കൈമൂട്ടിൽ, കിഴക്കതിൽ, ഞക്കനാൽ, കൃഷ്ണപുരം. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. ഷോണി സംരക്ഷണ അവാർഡ് തോമസ് PJ, പുരയിടത്തിൽ വീട്, തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കൃഷിഭവൻ പരിധിയിലാണ് അദ്ദേഹമുള്ളത്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. കർഷക ഭാരതി അവാർഡ് നേരത്തെ സൂചിപ്പിച്ച് 2 പേർക്കാണ്. അത് 1-ാം സ്ഥാനം 2 പേർക്കായി പങ്കിടുന്നു. അത് 1-ാം സമ്മാനത്തിൻ്റെ തുക 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ്. ദൃശ്യമാധ്യമത്തിനും നവമാധ്യമത്തിനും ശ്രവ്യമാധ്യമത്തിനും 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. മികച്ച കൂൺ കർഷകനുള്ള അവാർഡ് കണ്ണൂർ ചാവശ്ശേരി കൃഷിഭവൻ്റെ പരിധിയിലുള്ള NV രാഹുൽ, മൺസൂൺ മഷ്റൂംസ്, രമ്യ നിവാസ്, പുന്നാട് PO, കണ്ണൂർ എന്ന ആളിനാണ് ലഭിച്ചിരിക്കുന്നത്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ചക്കയുടെ സംസ്കരണം, മൂല്യവർദ്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി, ഗ്രൂപ്പ് ഇതിനെ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന അവാർഡുണ്ട്. അത് ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം കൃഷിഭവൻ്റെ പരിധിയിലുള്ള തങ്കച്ചൻ Y എന്ന ആൾക്കാണ്. തങ്കച്ചൻ, ഒലീവ് വില്ല, പുതുമല PO, ഏഴംകുളം. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. കൃഷിക്കൂട്ടങ്ങൾക്ക് അവാർഡുണ്ട്.
ഉൽപ്പാദന മേഖലയിലെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ കൃഷിഭവനിലുള്ള വെള്ളൂർ പച്ചക്കറി കൃഷിക്കൂട്ടത്തിനാണ്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. സേവന മേഖലയിലെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ കൃഷിഭവനിലുള്ള വല്ലപ്പുഴ കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടമാണ്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. മൂല്യവർധന മേഖലയിലെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളി കൃഷിഭവനിലുള്ള ഈസി ആൻഡ് ഫ്രഷ് കൃഷിക്കൂട്ടത്തിനാണ്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് നമ്മൾ അവാർഡ് നൽകുന്നുണ്ട്. കർഷക വിദ്യാർത്ഥി സ്കൂൾ രംഗത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം കൃഷിഭവനിലുള്ള പാർവതി എസ് എന്ന വിദ്യാർത്ഥിനിയാണ്. പാർവതി എസ്, തെക്കുംതറ കൊക്കോതമംഗലം PO, ചേർത്തല. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കർഷക വിദ്യാർത്ഥി മലപ്പുറം ജില്ലയിലെ മൂത്തേടം കൃഷിഭവനിലുള്ള സ്റ്റെയിൻ PS എന്ന വിദ്യാർത്ഥിയാണ്. പാറയിൽ ഹൗസ്, നമ്പൂരിപ്പൊട്ടി, കൽക്കുളം. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. കോളേജ് മേഖലയിൽ നിന്ന് കലാലയ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കർഷക വിദ്യാർത്ഥി കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവനിലുള്ള വിഷ്ണു സഞ്ജയ്. കൊല്ലം കൊട്ടിയം SN പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ് വിഷ്ണു സഞ്ജയ് വടക്കേക്കര പുത്തൻവീട് വെളിയം വെസ്റ്റ് PO വെളിയം. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. കാർഷിക മേഖലയിലെ കയറ്റുമതിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും നൽകുന്ന അവാർഡ് കണ്ണൂർ ചെറുകുന്ന് കൃഷിഭവനിലുള്ള മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കാണ്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡിന് അർഹമായിരിക്കുന്നത് മലപ്പുറം ചുങ്കത്തറ കൃഷിഭവനിലുള്ള ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്കാണ്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവയ്ക്കുള്ള അവാർഡ് എറണാകുളം ജില്ലയിലെ കീരമ്പാറ കൃഷിഭവനിലുള്ള സാബു വർഗീസ്, മാനേജിംഗ് ഡയറക്ടർ, തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണുള്ളത്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ആദരണീയനായ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് കാർഷിക ഗവേഷണത്തിനുള്ള അവാർഡാണ്. MS സ്വാമിനാഥൻ സ്മാരക അവാർഡ് കാർഷിക ഗവേഷണത്തിന് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ മിനിമോൾ JS-നാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രൊഫസറും മേധാവിയുമാണ് ഡോക്ടർ മിനിമോൾ JS. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. റെസിഡൻസ് അസോസിയേഷനുകൾക്കുള്ള അവാർഡ് ലഭ്യമായിരിക്കുന്നത് ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷനാണ്. കണ്ണൂർ ജില്ലയിലെ പുഴാതി കൃഷിഭവനിലുള്ള റെസിഡൻസ് അസോസിയേഷനാണ് ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവർക്ക് നൽകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകുന്ന അവാർഡ് 1ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കൃഷിഭവനിലുള്ള സെൻറ് മേരീസ് UP സ്കൂൾ പയ്യന്നൂരാണ്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. 2ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കൃഷിഭവനിലുള്ള AMM LP സ്കൂൾ പുളിക്കലാണ്. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് വയനാട് ജില്ലയിലെ എടവക കൃഷിഭവനിലുള്ള എമ്മാവൂസ് വില്ല റെസിഡൻഷ്യൽ സ്കൂളിനാണ്. തോണിച്ചാൽ, നല്ലൂർ നാട്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. 2ാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കൃഷിഭവനിലുള്ള സെൻറ് ഡൊമിനിക് സ്പെഷ്യൽ സ്കൂളാണ്. പെരുമ്പടാരി PO, മണ്ണാർക്കാട്. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. പച്ചക്കറി ക്ലസ്റ്ററിനുള്ള അവാർഡ് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം കൃഷിഭവൻ്റെ കീഴിലുള്ള ചത്തിയറ A ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററാണ്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവർക്ക് അവാർഡായി നൽകുന്നത്. ഏറ്റവും നല്ല പോഷകത്തോട്ടത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ കൃഷിഭവനിലുള്ള ഹരികേശവൻ നായർ N ആണ്. ഹരികേശവൻ നായർ TC നമ്പർ 41/1592, ശ്യാമള നിവാസ്, പ്ലോട്ട് നമ്പർ 39, ശ്രീനഗർ, മണക്കാട് PO. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് കൃഷി വകുപ്പ് ഒഴികെയുള്ള സ്ഥാപനങ്ങളെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഞങ്ങൾ
ഉൾപ്പെടുത്തുകയും അത് പരിശോധന നടത്തി അവാർഡിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് കൃഷിഭവനിലുള്ള ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ്. നെട്ടുകാൽത്തേരി, കോട്ടൂർ. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. രണ്ടാം സ്ഥാനം കൊല്ലം നീണ്ടകര കൃഷിഭവനിലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓഫീസാണ്. നീണ്ടകര ഹാർബറിൻ്റെ ഭാഗമായി സെക്ഷൻ നമ്പർ 2 പ്രവർത്തിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓഫീസാണ് രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. മൂന്നാം സ്ഥാനം വൈക്കം കോട്ടയം കൃഷിഭവനിലുള്ള സർക്കാർ അതിഥി മന്ദിരമാണ്. വൈക്കത്തെ PWD റെസ്റ്റ് ഹൗസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ, കൃഷിവകുപ്പ് ഒഴികെ കൃഷിവകുപ്പുമായി ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരിഗണനയിൽ ഉൾപ്പെടുത്തി പരിശോധന നടത്തി അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൃഷിഭവൻ്റെ കീഴിലാണ് ഈ സ്ഥാപനമുള്ളത്. ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർക്കുള്ള അവാർഡ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വെള്ളാങ്ങല്ലൂർ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശ്രീമതി സ്മിത MK ആണ്. രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശ്രീ വിനയൻ MV ആണ്. മൂന്നാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് കായംകുളം കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീമതി സുമ റാണിയാണ്. ഇവർക്കെല്ലാം ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ഫാം ഓഫീസർ ഒന്നാം സ്ഥാനം കാഷ്യൂ പ്രോജനി ഓർച്ചാർഡ്, കാസർഗോഡ് ജില്ലയിലെ കുണ്ടാർ. അവാർഡ് കൃഷി ഓഫീസറായ ശ്രീ സൂരജാണ്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. ഫാം ഓഫീസർ രണ്ടാം സ്ഥാനം പെരിങ്ങമല കൃഷിത്തോട്ടത്തിലെ സൂപ്രണ്ട് റീജ RS. മൂന്നാം സ്ഥാനം സ്റ്റേറ്റ് സീഡ് ഫാം പേരാമ്പ്ര കോഴിക്കോട് സീനിയർ കൃഷി ഓഫീസർ ശ്രീ പ്രകാശ് P ആണ്. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് ഇവർക്ക് അവാർഡായി നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർക്കുള്ള അവാർഡുകളാണ്. ഒന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ കൃഷി ഓഫീസർ ദീപ UV ആണ്. രണ്ടാം സ്ഥാനം ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ധന്യ ജോൺസണാണ്. മൂന്നാം സ്ഥാനം വയനാട് ജില്ലയിലെ മീനങ്ങാടി കൃഷിഭവനിലെ കൃഷി ഓഫീസറായ ജ്യോതി C ജോർജാണ്. മൂവർക്കും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റൻറ്റ് എന്നീ ഇനങ്ങൾ വിഭാഗത്തിൽ നിന്നായി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻറ്റ് ഡോക്ടർ അഹൽജിത്ത് R ആണ്. ഒന്നാം സ്ഥാനം ഡോക്ടർ അഹൽജിത്ത് R, കൃഷി അസിസ്റ്റൻറ്റ് പേരാമ്പ്ര കൃഷിഭവൻ. രണ്ടാം സ്ഥാനം ജാഫർ KK, കൃഷി അസിസ്റ്റൻറ്റ് വാഴയൂർ കൃഷിഭവൻ. മൂന്നാം സ്ഥാനം സുരേശൻ MK, കൃഷി അസിസ്റ്റൻറ്റ് ചെറുപുഴ കൃഷിഭവൻ. ഇവർക്കും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. പുതുതായി ഉള്ള അവാർഡ് കൃഷി ജോയിൻറ്റ് ഡയറക്ടർക്കുള്ള അവാർഡാണ്. അർഹയായിരിക്കുന്നത് കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൾ മജീദ് TP ആണ്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അവാർഡിന് അർഹയായിരിക്കുന്നത് ശ്രീലേഖ P, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ക്രെഡിറ്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മലപ്പുറം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് എഞ്ചിനീയർ കൃഷി രാജേഷ് PD, കൃഷി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വയനാട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കർഷകൻ്റെ അവാർഡ് നേരത്തെ പറഞ്ഞു, ഇക്കൊല്ലം പുതുതായി നമ്മൾ നിശ്ചയിച്ച അവാർഡാണ്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ കൃഷിഭവനിലുള്ള അരിപ്പറമ്പിൽ വീട്ടിൽ വർഗീസ് തോമസ് ആണ് ഈ അവാർഡിന് അർഹനായിരിക്കുന്നത്. 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായി നൽകുന്നത്. മികച്ച കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കുള്ള അവാർഡ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ഫ്യൂസലേജ് ഇന്നവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, മേക്കർ വില്ലേജ്, കേരള ടെക്നോളജി ഇന്നവേഷൻ സോൺ, കിൻഫ്ര ഹൈടെക് പാർക്ക് കളമശ്ശേരി. ഫലകവും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. അതാത് വർഷങ്ങളിൽ കൃഷിവകുപ്പിൻ്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പാക്കിയ കൃഷിഭവന് ഒരു അവാർഡ് നൽകുന്നുണ്ട്. ആ അവാർഡിന് അർഹമായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം കൃഷിഭവനാണ്. കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം കൃഷിഭവനാണ് പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പാക്കിയ കൃഷിഭവനുള്ള അവാർഡ്. 1,00,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡായിട്ട് നൽകുന്നത്. ഇതാണ് 2024 സംസ്ഥാനതല കർഷക അവാർഡ് നിങ്ങളുടെ മുമ്പാകെ
പറയാനുള്ളത്. ആ അവാർഡ് ഞാൻ ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പരിശോധനകളും ഒക്കെ നടത്തി പ്രത്യേകമായ രീതിയിൽ എല്ലാ മേഖലകളിലും ചെന്ന് പരിശോധിക്കാൻ പ്രത്യേക ടീമിനെയെല്ലാം നിയോഗിച്ച് ഒരു ജില്ലയിലുള്ളവർ ആ ജില്ലയിലുള്ള പരിശോധനയ്ക്കപ്പുറത്തേക്ക് മറ്റ് ജില്ലകളിലേക്കുള്ള പരിശോധനയ്ക്കായി നിയോഗിച്ചുമെല്ലാമാണ് കാർഷിക മേഖലയിലെ വിദഗ്ധരടക്കമുള്ളവരെ കൃത്യമായ എന്നവണ്ണം ഇത് ശ്രദ്ധിക്കുന്ന വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ളതുകൊണ്ട് അവരുടെയും സഹായത്തോടെയും സഹകരണത്തോടെയും എല്ലാമാണ് ഈ അവാർഡ് ജേതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചത്. ഇതാണ് കേരളത്തിലെ 2024 സംസ്ഥാനതല അവാർഡ്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് കർഷകർ എന്നുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു ജനതയെയും നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കേരളത്തിലെ മുഴുവൻ ജനതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് ഈ അവാർഡ് നൽകുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കർഷകരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. ആ കർഷകരെയാണ് ഈ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവാർഡിനായി തിരഞ്ഞെടുക്കുമ്പോൾ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നവരിൽ നിന്ന് അവാർഡിനായി തിരഞ്ഞെടുക്കുക എല്ലാ മേഖലയിലും പ്രയാസമുള്ള കാര്യമാണ്. അത് ഈ മേഖലയിലും ഉണ്ടാവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ മികവ് പുലർത്തിയവരെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവാർഡിന് അർഹരായ മുഴുവൻ പേരെയും സംസ്ഥാന കൃഷി വകുപ്പിന് വേണ്ടി ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. അവർക്കും മറ്റുള്ളവർക്കും കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് ഒരു പ്രോത്സാഹനമാവട്ടെ ഈ അവാർഡ് എന്ന് കണക്കുകൂട്ടുന്നു. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് അവാർഡുകൾ നിശ്ചയിക്കേണ്ടതായിട്ട് വന്നേക്കാം. പല നിർദ്ദേശങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതെല്ലാം ഗവൺമെൻറ് വളരെ പരിഗണനകൾ നൽകേണ്ട തരത്തിൽ തന്നെയാണ് അതിനെയെല്ലാം ഗണിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള നീക്കങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും കർഷകർക്കുണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതി പ്രശ്നങ്ങളടക്കമുള്ളവ, കാലാവസ്ഥയുടെ വ്യതിയാനം അടക്കമുള്ളവ വലിയ പ്രതിസന്ധികൾ നമ്മുടെ കാർഷിക മേഖലയിൽ തീർക്കുന്ന ഒരു വേളയിലാണ് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇവരെല്ലാം കാർഷിക മേഖലയിൽ നിൽക്കുന്നത്. ഭംഗ്യന്തരേണയാണ് ഞാൻ വയനാടിൻ്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വയനാട് മേഖലയുമായി ബന്ധപ്പെട്ട ഇടത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ അവാർഡിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വയനാട് പറഞ്ഞത്. മീനങ്ങാടി തന്നെ അവാർഡിന് ഇപ്രാവശ്യം അർഹമായിരിക്കുന്നു എന്നുള്ളത് ഒരു ഇരട്ടി മധുരം എന്നതുപോലെ പറയാവുന്ന ഒരു കാര്യമാണ്. ദുരന്ത മേഖലയിൽ ഉള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ അവാർഡിന് അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ മികവിന് ഒരു പഞ്ചായത്ത് അർഹമായിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അങ്ങനെ അർഹമാകുമ്പോൾ അവർ എത്രമാത്രം വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ മേഖലയിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ദൃശ്യമാകുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ചിങ്ങം 1 എല്ലാ കൃഷിഭവനുകളുമായി ബന്ധപ്പെട്ടും കർഷക ദിനാചരണം നടക്കുകയാണ്. ആ കർഷക ദിനാചരണം ഏറ്റവും മികവുറ്റ ഒരു ദിനാചരണമാക്കി മാറ്റേണ്ടതുണ്ട്. കർഷകർക്കായി വേറെ ദിനം നമുക്ക് ആചരിക്കാൻ കഴിയുകയില്ല. മറ്റെല്ലാ വിയോജിപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ട് കർഷക ദിനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. കർഷകർക്കുള്ള ദിനം നമുക്ക് കർഷകർക്ക് പിന്തുണയും പിൻബലവും നൽകുന്ന ദിനവുമായും അതിനെ ആഘോഷിക്കേണ്ട ഒരു ദിനവുമായും തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടതുണ്ട്. ബാക്കി പരിഹരിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ അതിനോടെല്ലാം അങ്ങേയറ്റത്തെ പരിഗണന തന്നെ പരിഹരിക്കുന്ന ഉള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ തരുണത്തിൽ അറിയിക്കുന്നു. സമൂഹത്തിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെയും ഏതെങ്കിലും വകുപ്പിൻ്റെ മാത്രമായിട്ടല്ല കർഷക ദിനാചരണത്തെ നമ്മൾ കണക്കാക്കുന്നത്. സമൂഹം മൊത്തം കർഷകർക്ക് നൽകുന്ന പിന്തുണയും പിൻബലവുമായിട്ട് കർഷക ദിനത്തെ കണക്കാക്കേണ്ടതുണ്ട്. അവർക്കായിട്ടുള്ളത് ഈ ദിനങ്ങളിൽ വർഷത്തിൽ ഒറ്റ ദിനം മാത്രമേ ഉള്ളൂ. ആ ദിനം കർഷകർക്ക് പിന്തുണയും പിൻബലവും നൽകുന്ന ഒരാഘോഷത്തിൻ്റെയും അവർക്കൊപ്പം ചേരുന്നതിൻ്റെയും ദിനമായി തന്നെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കർഷകർക്ക് അവാർഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവാർഡെല്ലാം ആഘോഷപൂർവ്വം അതാതു പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കണം. അതിനെല്ലാവരുടെയും പിന്തുണ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഉണ്ടാവണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. രാവിലെ സംസ്ഥാനതല പരിപാടി നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ സംസ്ഥാനതല പരിപാടിക്ക് ശേഷമായിരിക്കും അവിടുത്തെ പഞ്ചായത്തുകളിലെ കർഷക ദിനാചരണങ്ങൾ നടക്കുക. സ്വാഭാവികമായും മറ്റിടങ്ങളെല്ലാം അതേപോലെ തന്നെയായിരിക്കും ഇതെല്ലാം നിശ്ചയിക്കുക എല്ലാ കാര്യങ്ങളിലും. തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് രാവിലെ നമ്മൾ ആ പരിപാടി നടത്തിയിട്ട് ഇവിടേക്ക് എത്തുക. തൃശ്ശൂരിൽ രാവിലെ നടത്തണം എന്ന് എല്ലാ കോണുകളിൽ നിന്നുള്ള നിർദ്ദേശവും ഒരു അഭിപ്രായവുമായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് രാവിലെ തന്നെ ആ പരിപാടി സംസ്ഥാനതല പരിപാടിയും നിശ്ചയിച്ചിട്ടുള്ളത്.
എല്ലാവരും തൃശ്ശൂരിലെ പരിപാടിയിലേക്ക് മാധ്യമപ്രവർത്തകരടക്കമുള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ കർഷകർ അവിടെ അന്ന് വിപുലമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല വളരെ നന്നായി ഈ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദരണീയനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ആദരണീയയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ പരിപാടികൾ, ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നല്ല പരിപാടികളോടുകൂടിയായിരിക്കും ആഗസ്റ്റ് 17 ചിങ്ങം 1 പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുക. ഇതാണ് കർഷക അവാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്.